ഫ്രണ്ട്, ഇത് കുഞ്ഞു ചക്കയാണ്. ഇത് എങ്ങനെ മുറിക്കുന്നത് കാണിച്ചു തരാം. അമ്മ കട്ട് ചെയ്യട്ടെ. ഹലോ ഗൈസ്, കൂഴച്ചക്കയാണെന്ന് തോന്നുന്നു. കട്ട് ചെയ്യാൻ ഈസിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൂഴച്ചക്കയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര്? കൂഴച്ചക്ക തന്നെ. പഴുത്തെങ്കിലും ചെറിയൊരു വ്യത്യാസം. കഴിക്കാൻ കൊള്ളാമോ എന്നറിയില്ല. കുറച്ച് ദിവസമായി ഇവിടെ വെച്ചേക്കുന്നു. അപ്പം പഴുത്ത് മണം അടിച്ചപ്പോഴാണ് കട്ട് ചെയ്തത്. അത്ര കൊള്ളൂല്ല, ചെറുതായിട്ട് വാടിപ്പഴുത്തതാണ്. കുഞ്ഞു ചക്കയാണ്, വാടിപ്പഴുത്തയാണ്. കഴിക്കാൻ കൊള്ളാമെന്ന് തോന്നുന്നില്ല. നല്ലപോലെ വിളഞ്ഞില്ലെന്ന് തോന്നുന്നു, അതായിരിക്കാം ഇങ്ങനെ ഇരിക്കുന്നത്. വാടിപ്പഴുത്ത്, പക്ഷെ നല്ല മണമുണ്ട്. ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല. മധുരമൊക്കെ ഉണ്ട്. വാടിപ്പഴുത്തന്നേ ഉള്ളു. മധുരമുണ്ട്, വാടിപ്പഴുത്തന്നേ ഉള്ളു. വാടിപ്പഴുത്ത ചക്കയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ചക്ക വാടിപ്പഴുത്തന്നേ ഉള്ളു. വാടിപ്പഴുത്ത് നല്ലപോലെ വിളഞ്ഞില്ല, അതാണ്. പക്ഷെ നല്ല മധുരമൊക്കെ ഉണ്ട്. വാടിപ്പഴുത്തുകൊണ്ട് കഴിക്കാൻ ടേസ്റ്റ് കാണൂല്ല. മധുരമൊക്കെ ഉണ്ട്. ചക്കക്കുരുവൊക്കെ നല്ല വിളഞ്ഞു. കുഞ്ഞു ചക്കയാണ്, കണ്ടോ? കുഞ്ഞു ചക്കയാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ ചക്കയ്ക്ക് എന്താണ് പേര് പറയുന്നത്? കുഞ്ഞു ചക്ക. നല്ല ഭംഗിയുള്ള ചക്കയായിരുന്നു, പക്ഷെ വാടിപ്പഴുത്തന്നേ ഉള്ളൂ. സൂപ്പർ ചക്ക. ഇതെനിക്കൊരു ഫ്രണ്ട് തന്ന ചക്കയാണ്. നല്ല ഭംഗിയുള്ള ചക്ക. കണ്ട, കുഞ്ഞു ചക്ക. ഇത് കൂഴച്ചക്കയെന്ന് വിചാരിച്ചില്ല. പഴുപ്പിക്കാൻ വെച്ചതാണ്. പഴുത്ത് മണം അടിച്ചുടനെ കട്ട് ചെയ്തപ്പോ ഇതാണ് അതിന്റെ അവസ്ഥ. പിന്നെ ഇത് നല്ല ചക്കയായി നമ്മൾ പിരിച്ചു നോക്കിയത് കൂഴച്ചക്കയെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് നല്ലായി വന്ന ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റൂല. കൂഴച്ചക്കയാണ് ഗൈസ്. ചിലപ്പോ ഞാൻ ഉണ്ടാക്കും ഈ ചക്ക. ചിലപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോവേ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നല്ലൊരു ചക്കയായിട്ട് വരും. ഈസിയായിട്ട് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിപ്പം ഇങ്ങനെ ആയിപ്പോയി, ഉള്ളതായിപ്പോയി. എന്നാലും വീഡിയോ ഇടാം. ഈ ചക്ക ഞാൻ ഞാനാണ് ഉണ്ടാക്കണം. അപ്പം ഹായ് ഫ്രണ്ട്സ്, താങ്ക് യു.